1975 അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം 1977 എന്ന് പറയുന്ന കാലഘട്ടമൊക്കെ 75 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാവുകയും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതിയ ഭരണകൂടം വരികയും ജനതാ പാർട്ടി, അതെ ഭാരതീയ ജനതാ പാർട്ടി അല്ല, അല്ലാതെ ജനതാ പാർട്ടിക്ക് അധികാരം കിട്ടുകയൊക്കെ ചെയ്ത് വലിയ രീതിയിൽ മുമ്പോട്ട് പോയപ്പോൾ തന്നെ, എന്നാൽ ആ പോയതിൽ തന്നെ വളരെ വലിയ സംഘർഷവും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ രാജ്യത്ത് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. ഞാനൊക്കെ ഗ്രാമങ്ങളിൽ ചെറിയ ചുവരെഴുത്തുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. വളരെ വലിയ പിന്നെ റീകാൾ ഇന്ദിര സേവ് ഇന്ത്യ, റീകാൾ ഇന്ദിര സേവ് ഇന്ത്യ എന്ന് പറയുന്നത് ആസേത് ഹിമാചലം മുഴങ്ങിക്കേട്ട വലിയ ഒരു ശബ്ദമായിരുന്നു. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. ഇന്നിപ്പോൾ കേൾക്കുന്ന ഒരു നിശബ്ദമായ ശബ്ദം, അതാരും അങ്ങനെ ഉറച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും നിശബ്ദമായ ശബ്ദം, രാഹുലിനെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നാണ്. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ, രാഹുലിനെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നാണ്. അപ്പോൾ രാജ്യത്തെ ചെറുപ്പക്കാരും യുവാക്കളുമൊക്കെ വളരെ വലിയ തോതിലാണ് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. ഒരു സോഷ്യൽ ഇഷ്യൂവിൻ്റെ പിന്നിൽ, ഒരു സാമൂഹ്യ വിഷയത്തിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി അവസരത്തിന് തുയരുകയും അദ്ദേഹം അറസ്റ്റ് വരിക്കുകയും ചെയ്തു. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തെരുവിലുള്ള സമരത്തിൽ പങ്കെടുക്കുകയും അവിടെ പോലീസുമായി വാക്കേറ്റം നടക്കുകയും അദ്ദേഹം പോകില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിലായതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് കൃത്യമായി വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ രാഹുൽ ഗാന്ധി, 56 വയസ്സായ രാഹുൽ ഗാന്ധി ചെറുപ്പക്കാരനാണ്. 56 വയസ്സായ ചെറുപ്പക്കാരനോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ, നരേന്ദ്രമോദി പാർലമെന്റിൽ 56 വയസ്സുള്ള ചെറുപ്പക്കാരനെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കളിയാക്കുമ്പോഴും രാഹുൽ ഗാന്ധിയിലെ ചെറുപ്പക്കാരൻ, രാഹുൽ ഗാന്ധിയിലെ യുവത്വം തീർച്ചയായും ഉണർന്ന് പ്രവർത്തിച്ചു. വളരെ വലിയ തോതിലുള്ള പ്രൊട്ടക്ഷനാണ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റാണ്, അല്ലെങ്കിൽ എതിർപ്പാണ് അവിടെ നടന്നത്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് സമരാനുകൂലികൾക്കുള്ള പ്രൊട്ടക്ഷനും, പ്രൊട്ടസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് സമരത്തിനെതിരെ, ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധവും. അപ്പോൾ സർക്കാരിന് എതിരെയുള്ള പ്രതിഷേധവും സമരാനുകൂലികൾക്കുള്ള സംരക്ഷണവും ഉൾപ്പെടെ ഡൽഹിയിൽ വലിയ ഒരു എന്താ പറയുക, ഒരു അവസ്ഥ കാഴ്ചവെക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കരിയറിലെ ഗ്രാഫ് വളരെയധികം ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം വലിയ ദേശീയ നേതാവായി ഉയരുന്നു. നേരത്തെ അദ്ദേഹം ആസേത് ഹിമാചലം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്രകൾ നടത്തി, ഭാരത് ജോഡോ യാത്ര നടത്തി. വളരെ വലിയ രീതിയിലാണ് ജനങ്ങളുടെ ഇടയിൽ സംവാദം നടത്തിയത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മുങ്ങുകയും വിദേശത്ത് പോവുകയും ഇടയ്ക്കിടയ്ക്ക് സൈലൻ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ വളരെ വലിയ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം നിൽക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലേക്ക് വരുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന്, കാശ്മീരിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് വരുന്ന പുതിയ കാറ്റ്, പുതിയ ശബ്ദം, രാഹുലിനെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ, രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ 29-ന് കഴിയുമോ? ഇതാണ് പോക്കെങ്കിൽ 29-ൽ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നണികൾക്കപ്പുറം, വളരെ വലിയ തോതിൽ പാർട്ടികൾക്കപ്പുറം ഇന്ത്യൻ ജനത മാറി ചിന്തിച്ചാൽ, ഞാൻ വീണ്ടും ഉദാഹരണം പറയുന്നു, സ്വാതന്ത്ര്യം നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം അത്ര ശക്തമല്ലാത്ത ജനതാ പാർട്ടി എങ്ങനെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു? അവർ ശക്തരേ അല്ലായിരുന്നു. ആ ശക്തരല്ലാത്ത ജനതാ പാർട്ടി ശക്തിയുള്ള കോൺഗ്രസിനെ, ഇന്ദിരാഗാന്ധിയെ, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് എങ്ങനെ ഈ മറ്റെതിർ പാർട്ടികൾക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് എത്ര ശക്തിയുണ്ട്, എത്ര പാർട്ടിയുണ്ട്, എത്ര മുന്നണിയുണ്ട് എന്നുള്ളതല്ല വിഷയം, ഏത് വിഷയത്തിലാണ് പ്രതികരിക്കുന്നു. അങ്ങനെ ചില വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ, ഡൽഹിയിൽ അഭയ കേസിനെതിരെ, ഡൽഹിയിലെ കറണ്ട് ചാർജ് കൂട്ടിയതിനെതിരെ, ഡൽഹിയിലെ വെള്ളക്കരം കൂട്ടിയതിനെതിരെ, ഡൽഹിയിൽ വെള്ളം സമയത്ത് കിട്ടാത്തതിനെതിരെ ശക്തമായ അതുപോലെ റെയിൽവേ ചാർജ് കൂടിയതിനെതിരെ, ഡൽഹിയിൽ നടന്ന പലവിധ കൊള്ളകൾക്കെതിരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ടിക്കറ്റ് എടുക്കാതെയും അല്ലാതെയുമൊക്കെയുള്ള യാത്രകളും സമരങ്ങളുമാണ് ഒരു സുപ്രഭാതത്തിൽ ആം ആദ്മി പാർട്ടിയെ
ഡൽഹിയിൽ അധികാരത്തിലെത്തിച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയം എന്നും ഒരു പകിടകളിയാണ്. അത് നമുക്ക് പറയാനാകില്ല ഈ കളിയിൽ, ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക, ആരാണ് തോൽക്കുക എന്ന്. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച നാടകം ആകണമെന്നില്ല. കാലത്തിനനുസരിച്ച് സ്പോണ്ടേനിയസായി പല നേതാക്കളും ഉയർന്നു വരും. കാലത്തിനനുസരിച്ച് വളരെ സ്പോണ്ടേനിയസായി ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരും. അങ്ങനെ കാലാനുസൃതമായി ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഭരണകൂടങ്ങൾ മറഞ്ഞുപോയ, ഒഴുകിപ്പോയ കാഴ്ചയാണ് ഭാരതത്തിലും കേരളത്തിലും, എന്തിനു പറയുന്നു, പഞ്ചായത്തുകളിൽ വരെ നമ്മൾ കാണുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തരികിടയായി കുഴപ്പമായാൽ അവർ മത്സരിച്ചില്ലെങ്കിലും അടുത്ത തവണ ആ സമിതിക്ക് മൊത്തത്തിൽ ഭരണം കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. തിരുവനന്തപുരം കോർപ്പറേഷൻ ചെറിയ ഉദാഹരണം. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ അവരുടെ കുഴപ്പങ്ങൾ കുറേ ഉണ്ടെന്ന് പറയുകയും അതെല്ലാം മീഡിയകളും എല്ലാവരും ഉയർത്തി കാട്ടുകയൊക്കെ ചെയ്തപ്പോൾ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചില്ലെങ്കിലും എല്ലാവരും ആര്യ രാജേന്ദ്രനെതിരായി കൂടിയാണ് വോട്ട് ചെയ്തത് എന്നൊരു വികാരം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത് സംഭവിക്കും രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നുള്ള വലിയ മുദ്രാവാക്യമാണെന്ന് നിശബ്ദമായി രാജ്യത്ത് വരുന്നത്. അത് വളരെ വലിയൊരു മുദ്രാവാക്യമായി ആസേത് ഹിമാചലം പടരാതിരിക്കണമെങ്കിൽ BJP ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടി വരും, ധാരാളം വെള്ളം കുടിക്കേണ്ടി വരും. അത് കുടിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ തരികിട പരിപാടികൾ കൊണ്ട് മോദി വലിയ ആളാണ്, മോദി ലോകം മുഴുക്ക പോകുന്ന ആളാണ്, മോദിക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് അവാർഡ് കിട്ടുന്നു, മോദി ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് മാത്രം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഏത് ബിംബങ്ങളും ഉടയുന്ന ദിവസം വരും. ഏത് പ്രതിമകൾക്കും ഒരു നാശമുണ്ടായിരിക്കും. അങ്ങനെ പത്തരമാറ്റിൽ തീർത്ത പ്രതിമകളിൽ ആണെങ്കിൽ പോലും വലയെങ്കിലും അതിനകത്ത് അടിച്ചിരിക്കും. അത് ചിലപ്പോൾ അതിനകത്തൊരു ക്ലാവ് പിടിക്കുന്നതിന് പകരം വലയെങ്കിലും അടിച്ചിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പൊടിയെങ്കിലും, അന്തരീക്ഷത്തിലെ പൊടിയെങ്കിലും വിഗ്രഹങ്ങളിലും ബിംബങ്ങളിലും അടിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ബിംബങ്ങളെ മാത്രം കൊണ്ട് ഒരു രാജ്യത്ത് പോകാനാകില്ല. പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിവിധികളും വളരെ പ്രധാനമാണ്. അങ്ങനെ പ്രശ്നങ്ങളും പ്രതിവിധികളും ചിന്തിക്കുമ്പോൾ രാഹുലിനെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം വളരെ വലിയ പ്രസക്തമാകുന്ന നിലയിൽ ഇന്ത്യയിൽ ഇന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ കോൺഗ്രസ് നന്നായി വിജയിച്ചിട്ടുണ്ട്.